ഹലോ, ഗുഡ് മോർണിംഗ് തേർഡ് ഇയേഴ്സ്. ഇന്ന് നിങ്ങൾക്ക് പീഡിയാട്രിക്സിൽ പഠിക്കാനുള്ള ടോപ്പിക്ക് വെൽഫെയർ സർവീസസ് ഫോർ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ. അതാണ്. ഓക്കെ, ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞ കുട്ടികൾ അവരുടേത് അല്ലാത്ത കുഴപ്പങ്ങൾ കൊണ്ട് അവരൊരു നോർമൽ ഇൻഡിവിജ്വലിനെ പോലെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അനോമലീസ് എന്തെങ്കിലും ഉള്ള ആൾക്കാരാണ് നമ്മൾ ഡിസേബിൾഡ് എന്ന് പറയുന്നത്, അല്ലേ? അത് ഒന്നുകിൽ ജന്മനാ തന്നെ അവർക്ക് കിട്ടിയതാകാം, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് എന്തെങ്കിലും രോഗം വന്നോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ പറ്റിയോ അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് കിട്ടിയതാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സാധാരണ വ്യക്തിയെ പോലെ ജീവിക്കാൻ അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നുള്ളത് ഒരിക്കൽ ലോകാരോഗ്യ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു കോൺഫറൻസിൽ തീരുമാനമെടുത്തതാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളപ്പം ആ കുട്ടികളുള്ള വേൾഡിലെ എല്ലാ രാജ്യങ്ങളും അതിനകത്ത് അവരതിനുള്ള നടപടികൾ എടുത്തോളാം എന്ന് പറഞ്ഞ് ഒപ്പുവെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളപ്പം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ പല പല ഭാഗങ്ങളിൽ ചെല്ലുമ്പം കാണുന്നുണ്ട്. അതായത് ഇപ്പം ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ 2-3 സീറ്റ് അവർക്ക് ഒഴിച്ചിട്ടിരിക്കുന്ന കാണാം. ട്രെയിനിനകത്താണേലും അവർക്കൊരു ഹാഫ് ഓഫ് ദ കമ്പാർട്ട്മെൻറ്റ് തന്നെ ഡിസേബിൾഡ് പേഴ്സൺസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് തന്നെ യാത്ര ചെയ്യാൻ വയ്യാത്ത ആൾക്കാർ അവരുടെ കൂടെയുള്ള ഒരാളിനെയും കൂടെ കൂട്ടിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവരുടെ സഹായത്തോടെ അവർക്ക് എവിടെയെങ്കിലും ദൂരെ യാത്ര ചെയ്യാൻ ട്രെയിനിൽ പോകണമെങ്കിൽ പോലും അവർക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജോലി കിട്ടുന്ന കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഗവൺമെൻറ്റൽ ജോലി കിട്ടുന്ന, അതായത് PSCയുടെ ജോലി സാധ്യതകളും അതുപോലെ തന്നെ UPSCയിലും എല്ലാം തന്നെ ഈ പറയുന്ന ഡിസേബിൾഡ് പേഴ്സൺസ് കുറച്ച് സീറ്റ് റിസർവ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയധികം കൺസിഡറേഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ വേറെ ഒരുപാട് ഏജൻസീസ്, അതായത് ഗവൺമെൻറ്റിനെ കൂടാതെ തന്നെ ഒരുപാട് വോളണ്ടറി ഏജൻസീസും ഈ പറയുന്ന ഡിസേബിൾഡിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട് അവർക്ക് വെൽഫെയറിന് വേണ്ടി. ആ വെൽഫെയർ സർവീസസ് ഫോർ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, എന്തിനാണ് അറിയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുൻപിൽ പലപ്പോഴും ഇതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളുമായിട്ട് പലരും വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു റിസോഴ്സ് പേഴ്സണായിട്ട് നമുക്ക് അതിനുള്ള സാധ്യതകളെ പറ്റിയും അതൊക്കെ എവിടെയൊക്കെ അവൈലബിൾ ആണ്, എന്തെല്ലാം സർവീസുകളാണ് ഡിസേബിൾഡിന് വേണ്ടത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡറിൻ്റെ സിലബസിനകത്ത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മളത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാധാരണ അല്ലെങ്കിൽ ഒരു ലേ പേഴ്സൺ അല്ല. നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഡിസേബിൾഡ് പേഴ്സണ് ഹെൽത്ത് കെയർ കൊടുക്കാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഉള്ള ഒരു ടീമിൻ്റെ മെമ്പറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല അവയർനെസ് നമുക്ക് വേണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമല്ല, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സ്കീംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ വെൽഫെയർ ഓഫ് പേഴ്സൺ വിത്ത് ഡിസേബിൾഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഒരുപാട് ഏജൻസീസിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തേതാണ് ദീൻ ദയാൽ ഡിസേബിൾഡ് റിഹാബിലിറ്റേഷൻ സ്കീം, DDRS എന്ന് പറയും. ദീൻ ദയാൽ ഡിസേബിൾഡ് റിഹാബിലിറ്റേഷൻ സ്കീം എന്നുള്ളതാണ് ഒന്ന്. ഇത് ഗവൺമെൻറ് ഓഫ് വെൽഫെയർ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതാണെന്ന് ഓർക്കുക. ഞാൻ ഈ പറയുന്ന എല്ലാം തന്നെ. ദെൻ അസിസ്റ്റൻസ് ഡിസേബിൾഡ് പേഴ്സൺ ഫോർ പർച്ചേസ് ഓഫ് ഫിറ്റിംഗ് എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ്. അതായത് ഈ പറയുന്ന ഡിസേബിൾഡ് പേഴ്സൺസ് ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ലിംബ്, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവരാണ് ഹിയറിംഗ് എയ്ഡ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ശരീരഭാഗത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളൊക്കെ അവർക്ക് ആർട്ടിഫിഷ്യലായിട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അവർക്ക് ഒരു എക്സ്റ്റെൻറ്റ് വരെ അവരുടെ ലിമിറ്റേഷൻസിനെ പരിഹരിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഇതിന് അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് അസിസ്റ്റൻസ് ടു ഡിസേബിൾഡ് പേഴ്സൺ ഫോർ പർച്ചേസ് ഓഫ് ഫിറ്റിംഗ് എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ്. അപ്പോൾ അതൊക്കെ അത് സബ്സിഡൈസ്ഡ് റേറ്റിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ ADIP എന്ന് പറയും. അത് അസിസ്റ്റൻസ് ടു ഡിസേബിൾഡ് പേഴ്സൺ ഫോർ പർച്ചേസ് ആൻഡ് ഫിറ്റിംഗ് ഓഫ് അപ്ലയൻസസ്. ഓക്കെ, പിന്നെ അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്. മെയിൻലി ഒരു 4 മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ളതാണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെയാണെന്ന് പിന്നെ നോക്കാം. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദി ഡിസേബിൾഡ് പേഴ്സൺ. പിന്നെ അടുത്തത് ദ നാഷണൽ ഹാൻഡിക്യാപ്ഡ് ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഹാൻഡിക്യാപ്ഡ് ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതായത് അവർക്ക് അസിസ്റ്റൻസ് പല കാര്യത്തിലും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ദ നാഷണൽ ഹാൻഡിക്യാപ്ഡ് ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്കീം ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്.
അതായത് ഇങ്ങനെ ഒരു പ്രത്യേക ആക്ട് ഫോം ചെയ്തിട്ടുണ്ട്. ആ ആക്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന സ്കീമാണ് സ്കീം ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. അതിനു വേണ്ടി ഒരു പ്രത്യേക ആക്ട് തന്നെ ഭരണഘടനയിലുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി സഹായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം. പിന്നെ അടുത്തത് സ്കീം ഫോർ ഇൻസെൻറ്റീവ്സ് ടു എംപ്ലോയർ ഇൻ ദ പ്രൈവറ്റ് സെക്ടർ ഫോർ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. അതായത് ഗവൺമെൻറ് മാത്രമല്ല, പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയും അവർക്ക് വേണ്ടി കൂടുതൽ പ്രയോറിറ്റി എംപ്ലോയ്മെൻറ്റിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ചില പ്രത്യേക സ്കീമുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് സ്കീം ഫോർ ഇൻസെൻറ്റീവ്സ് ടു എംപ്ലോയർ ഇൻ ദ പ്രൈവറ്റ് സ്കീം ഫോർ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് സ്കീംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ദ വെൽഫെയർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഓക്കെ, ഇപ്പോൾ 6 എണ്ണത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന് നമ്മളിനി പിന്നെ ഇനി ഓർഗനൈസേഷനാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ സ്കീംസാണ് പറഞ്ഞത്. ഇനി ഓർഗനൈസേഷൻസ് ഫോർ പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് ടു ദ ഡിസേബിൾഡ് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് വെൽഫെയർ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് വെൽഫെയർ എന്ന് പറയുന്ന പ്രത്യേക ഗവൺമെൻറ്റിൻ്റെ ഭാഗം ഒരു പ്രത്യേക ഓർഗനൈസേഷനാണ് പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് ടു ദ ഡിസേബിൾഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, അതായത് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിനും ഈ പറയുന്ന ഡിസേബിൾഡ് പേഴ്സൺസിന് വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വോളണ്ടറി ഓർഗനൈസേഷൻ, അതായത് ഗവൺമെൻറ് അല്ലാത്ത വോളണ്ടറി ഓർഗനൈസേഷൻ, സന്നദ്ധ സംഘടനകൾ പലരും ഉണ്ട് ഈ പറയുന്ന വെൽഫെയറിന് വേണ്ടി, ഡിസേബിൾഡ് പേഴ്സൺസിൻ്റെ വെൽഫെയറിന് വേണ്ടി. പിന്നെ മെയിൻ ഫോക്കസ് ഈസ് ഓൺ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് ഫോർ ദ ഹാൻഡിക്യാപ്ഡ്. ഈ പറഞ്ഞ എല്ലാ ഓർഗനൈസേഷൻ്റെ, അതായത് നേരത്തെ പറഞ്ഞ സ്കീംസിൻ്റെ ആണെങ്കിലും ഓർഗനൈസേഷൻ്റെ എല്ലാം തന്നെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് ഫോർ ദ ഡിസേബിൾഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അതായത് ഇനിയും എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഫോർ ദ ഡിസേബിൾഡ്, അതായത് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി എന്താണ് ഡിസേബിൾഡിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി അവൈലബിൾ ആർ ഫസ്റ്റ് വൺ റെഗുലർ സ്കൂൾസ്. അപ്പം റെഗുലർ സ്കൂൾസിൽ ഇവരെ വിട്ട് പഠിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കും. അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി പേഴ്സൺ ആണെന്ന് തോന്നാത്ത വിധം സാധാരണ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. മനസ്സിലായോ? ദെൻ സ്പെഷ്യൽ സ്കൂൾസ് ബൈ വോളണ്ടറി ഓർഗനൈസേഷൻ വിത്ത് സ്പെഷ്യൽ അസിസ്റ്റൻസ് ഓഫ് മിനിസ്ട്രി ഓഫ് വെൽഫെയർ. അതായത് ചില വോളണ്ടറി ഓർഗനൈസേഷൻ, അതായത് ചില സന്നദ്ധ സംഘടനകളൊക്കെ ചില സ്പെഷ്യൽ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസോടെ. ആരുടെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്? മിനിസ്ട്രി ഓഫ് വെൽഫെയർ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് വെൽഫെയറിൻ്റെ അസിസ്റ്റൻസോടുകൂടി ചില സന്നദ്ധ സംഘടനകൾ സ്പെഷ്യൽ സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ ഫോർ ഡെഫ്, അല്ലെങ്കിൽ സ്കൂൾ ഫോർ മെൻ്റലി റിട്ടാർഡഡ്, അങ്ങനെ സ്കൂൾ ഫോർ ഡെഫ് മ്യൂട്ടിസം, ബധിരർക്ക് വേണ്ടി സ്കൂള്, അന്ധർക്ക് വേണ്ടിയുള്ള സ്കൂള്, അത് കഴിഞ്ഞിട്ട് ബുദ്ധിമാന്യം ഉള്ളവർക്ക് വേണ്ടിയുള്ള സ്കൂള്, അങ്ങനെ പല പല സ്പെഷ്യൽ സ്കൂൾസും അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് വെൽഫെയറിൻ്റെ അസിസ്റ്റൻസിൻ്റെ കൂടി നടത്തുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഈ കുട്ടികൾക്ക് പ്രയോജനകരം ചെയ്യുന്നതാണ്. പിന്നെ വന്നത് എ ഫ്യൂ സ്പെഷ്യൽ സ്കൂൾസ് ഓഫറിംഗ് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ട്രേഡ്സ് ലിങ്ക്സ് സച്ച് ആസ് ടൈലറിംഗ്, കാർപ്പൻട്രി, ബുക്ക് ബൈൻഡിങ് എക്സെട്ര. അതായത് ചില പ്രത്യേക സ്പെഷ്യൽ സ്കൂളിൽ ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കാരണം അവർക്കുള്ള റിമൈനിങ്, അതായത് ഇപ്പോൾ ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ എബിലിറ്റീസ് ലെഫ്റ്റ് ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള റിമൈനിങ് എബിലിറ്റീസിനെ പരിപോഷിപ്പിച്ചിട്ട് അവർക്ക് ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ അതായത് ഒരു പ്രൊഡക്റ്റീവ് പേഴ്സൺ ആക്കി അവരുടെ ആ കിട്ടുന്ന ചെറിയ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ നിന്നോ അവർ സ്വന്തമായിട്ട് ജീവിച്ചു പോകാൻ, മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കാതെ ജീവിച്ചു പോകാൻ വേണ്ടി ഒരു ഏണിംഗ് പേഴ്സൺ ആക്കാൻ വേണ്ടിയുള്ള വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന ചില സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. അതും ചില സന്നദ്ധ സംഘടനകളൊക്കെ നടത്തുന്നതാണ്. അതാണ് പറയുന്നത്, ദാറ്റ് ഈസ് സ്പെഷ്യൽ സ്കൂൾ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ട്രേഡ്സ് ലൈക്ക് ടൈലറിംഗ്, കാർപ്പൻട്രി. ഇപ്പോൾ തന്നെ ഒരു ക്രിപ്പിൾഡ് പേഴ്സണാണ്, കുറച്ചൊക്കെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളെങ്കിൽ പോലും അവർക്ക് തയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സെൻസ് ഓർഗൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് തയ്യലിൽ പ്രത്യേകം ട്രെയിനിങ് കൊടുക്കാം. അതുപോലെ തന്നെ കാർപ്പൻട്രിയിൽ, ബുക്ക് ബൈൻഡിങ്ങിൽ, ഇങ്ങനെയുള്ള ചെറിയ ഈവൻ ബുക്ക് ബൈൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ കുറേ കൂടി ഒരുപാട് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറേ കൂടെ കൂടുതലായിട്ടുള്ള അംഗവൈകല്യം ഉള്ളവർക്ക് ഒരുപക്ഷെ ബുക്ക് ബൈൻഡിങ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കവർ മേക്കിങ്, അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ടാസ്കുകളുണ്ട്.
ആ ടാസ്കുകളിൽ അങ്ങനെയുള്ളതിനകത്തൊക്കെ അവർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ഒരു പ്രൊഡക്റ്റീവ് പേഴ്സൺ ആക്കുക. അതിൽ നിന്ന് അവർ അവർക്ക് ജോലി ചെയ്ത് ശമ്പളം കിട്ടി മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതാണ്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഓർഗനൈസ് ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ് ഫോർ ദ ഹാൻഡിക്യാപ്ഡ്. അതായത് നാഷണൽ ഓർഗനൈസേഷൻ്റെ ഇന്ത്യയിൽ ആകമാനം പ്രവർത്തിക്കുന്ന ചില നാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഇപ്പം നമുക്കറിയാം, പിന്നെ അല്ലെങ്കിൽ മെൻ്റൽ പേഷ്യൻസിന് വേണ്ടിയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിലുണ്ട്, നിംഹാൻസ് എന്ന് പറയും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്. അവിടെയുള്ളത് ടീച്ചേഴ്സ് വേണ്ടി ഇങ്ങനെയുള്ള, അതായത് സൈക്യാട്രി അല്ലെങ്കിൽ മനോരോഗപരമായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എങ്ങനെ കെയർ കൊടുക്കണം, അങ്ങനെയുള്ളതിനെ പറ്റി കൂടുതൽ ടീച്ചേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ ആകുമ്പോൾ ഇപ്പോൾ BSc കഴിഞ്ഞിട്ട് BScയിലെ പണ്ടത്തെ കാലത്ത് അവിടെ പോസ്റ്റിങ്ങിന് പോകണമായിരുന്നു. അതായത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അന്ന് അധികം കോളേജ് ഓഫ് നഴ്സിംഗ് ഒന്നും കേരളത്തിലില്ലായിരുന്നു. ആകെ ചില ഗവൺമെൻറ് കോളേജുകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അന്നേരം അവിടെ പോയി ഒരു മാസത്തെ ട്രെയിനിങ്ങിന് നമ്മളെ ബാംഗ്ലൂരിൽ വിടുമായിരുന്നു, അതായത് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കേരളത്തിൽ ഒരുപാട് നഴ്സിംഗ് കോളേജൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, കാരണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിൽ മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരുപാട് നഴ്സിംഗ് കോളേജ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്നോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്നുള്ള ബേസിക് എഡ്യൂക്കേഷൻ നഴ്സിംഗ് എടുക്കുന്നവരെ അവർ അവിടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പിന്നെ അലോ ചെയ്യത്തില്ലായിരുന്നു. കാരണം അവിടെ ഒത്തിരി ക്രൗഡിങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുക്കാൻ അവർക്ക് പറ്റാതെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം ബേസിക് നഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് അവിടെ പോകാൻ പറ്റില്ല. പിന്നെ PGs ആകുന്നുണ്ടേ, അതായത് നമ്മൾ സൈക്യാട്രി സ്പെഷ്യലൈസ് ചെയ്യുന്ന MScക്ക് സൈക്യാട്രിയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുത്തേക്കുന്നതെങ്കിൽ അവിടെ മസ്റ്റായിട്ടും പോകണം. അന്നേരം അവരെ അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ PG സ്റ്റുഡൻസിൻ്റെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിംഹാൻസ് അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ വേറെ ഇപ്പം തന്നെയാണെങ്കിലും അന്തർകുവേന്ദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസേബിൾഡ് എന്ന് പറഞ്ഞ് ഡിസേബിൾഡ് പേഴ്സൺസിന്, അതായത് അങ്ങനെയുള്ള സെക്കൻഡറാബാദിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ അങ്ങനെ ഓരോരോ സ്റ്റേറ്റിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓരോ തരം ഡിസേബിൾഡ് പേഴ്സൺസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളിടത്ത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് അവയർനെസ് കൊടുത്ത് അവരെ കൂടുതൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നമ്മൾ സൈക്യാട്രിയിൽ PG ചെയ്യുന്നവർ അവിടെ പോസ്റ്റിങ്ങിന് പോകുമ്പം അപ്പം നമ്മൾ മനോരോഗികളെ ഹാൻഡിൽ ചെയ്യുന്നതിന്, അവരുടെ കെയർ കൊടുക്കുന്നതിന് എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഓരോ തരം ഹാൻഡിക്യാപ്പിനും വേണ്ടിയും അവരെ കെയർ ചെയ്യുന്നവരെ സജ്ജമാക്കാൻ വേണ്ടി പഠിപ്പിച്ചു വിടാൻ വേണ്ടിയുള്ള ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ. അതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഓർഗനൈസസ് ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ് ഫോർ ദ ഹാൻഡിക്യാപ്ഡ്. മനസ്സിലായോ? പിന്നെ അതായത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സ്കീം ഫോർ ഡിസേബിൾഡ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഹാൻഡിക്യാപ്ഡ് വിത്ത് നോർമൽ സ്കൂൾ സിസ്റ്റം. അത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സ്കീം ഫോർ ഡിസേബിൾഡ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഹാൻഡിക്യാപ്ഡ് വിത്ത് നോർമൽ സ്കൂൾ സിസ്റ്റം. അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ കുട്ടികൾ പഠിക്കുന്ന പോലെ തന്നെ അവരുടെ കൂട്ടത്തിലിരുത്തി ഡിസേബിൾഡ് കുട്ടികളെയും കൂടെ പഠിപ്പിക്കുക. അല്ലാതെ ഡിസേബിൾഡിനെ മാറ്റി അവർക്ക് കുഴപ്പമുള്ളവരാണ് അല്ലെങ്കിൽ അവർ ഹാൻഡിക്യാപ്ഡ് ആണ്, അവർക്ക് കഴിവില്ല എന്നും പറഞ്ഞ് മാറ്റി നിർത്താതെ ഇവരെ കൂടി മറ്റുള്ള കുട്ടികളുടെ കൂട്ടത്തിലിരുന്ന് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം അതൊക്കെ പണ്ടൊന്നുമില്ല, റീസെൻ്റായിട്ടൊക്കെ ഉണ്ടായതാണ്. അതാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. അതായത് ഇവരെയും കൂടെ അവരുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തി പഠിപ്പിക്കുക, അവരെ മാറ്റി നിർത്തണ്ട. പഠിക്കാൻ കഴിയുന്നത്രയും അവരെ പഠിപ്പിക്കാൻ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സ്കീം ഫോർ ഡിസേബിൾഡ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഹാൻഡിക്യാപ്ഡ് വിത്ത് നോർമൽ സ്കൂൾ സിസ്റ്റം. മനസ്സിലായോ? അപ്പം നോർമൽ സ്കൂൾ സിസ്റ്റം മറ്റേ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഹാൻഡിക്യാപ്ഡും കൂടെ ചേർന്ന് പ്രവർത്തിച്ച് എല്ലാവരെയും ഒന്നിച്ച് സ്കൂളിലെത്തി പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം. ഓക്കെ. അപ്പം അതാണ്. ഇനി സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ്, അതും ഈ പറയുന്ന അംഗവൈകല്യം ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം സ്വന്തമായിട്ട് അവർ ജോലി കണ്ടെത്തുന്നതിന് വേണ്ടി അവരെ സഹായിക്കുക. അവർക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അവരുടെ പരിമിതികൾ വെച്ചുകൊണ്ട് അവരുടെ ഉള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് അവരൊക്കെ ഏത് ജോലിയിൽ അവർക്ക് പ്രവർത്തിക്കാം അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കി അവർ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി അവരെ സഹായിക്കുന്നതിനുള്ളതാണ് സെൽഫ് ഗവൺമെൻറ് ഫെസിലിറ്റീസ്.
അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ സ്കീംസ്. ഇതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിംഗ് ആണ്. അവരാണ് ഇതിനകത്ത് മുൻകൈ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ടെലിഫോൺ ബൂത്തുകളിലൊക്കെ അതായത് ഡിസേബിൾഡ് പേഴ്സണാണ്, പക്ഷേ അവർക്ക് ക്രിപ്പിൾഡ് ആയിരിക്കും, അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അവർക്ക് വീൽ ചെയറിൽ ഒരുപക്ഷെ അവർക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ചാൻസ് കൊടുക്കുക. അപ്പോൾ അവിടെ ചെന്ന് അവർ രാവിലെ ചെന്ന് അവരുടെ ടെലിഫോൺ ബൂത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പണ്ടത്തേന്ന് പറഞ്ഞാൽ അന്നൊന്നും ഒരുപാട് മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ലാൻഡ് ഫോൺ ആയിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടെലിഫോൺ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഫോൺ കാണത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ട്രാവലിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എങ്ങോട്ടെങ്കിലും അറിയിക്കണമെങ്കിൽ അവിടെ ഇപ്പോൾ തന്നെ പലയിടത്തും ബസ് സ്റ്റാൻഡുകളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടുന്ന ചില ജംഗ്ഷനിലൊക്കെ ഇങ്ങനെയുള്ള ടെലിഫോൺ ബൂത്തുകൾ കാണും. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഡിസേബിൾഡ് പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തു കൊടുക്കും. മനസ്സിലായി? അതുപോലെ തന്നെ ചിലയിടത്ത് ചില കഫേ, അതായത് അതായത് ഇവർക്ക് വേണ്ടി ഇതിനു വേണ്ടിയുള്ള സബ്സിഡൈസ്ഡ് റേറ്റിലുള്ള പൈസ അങ്ങനെയുള്ള കാര്യങ്ങൾ ബാങ്കിൽ ലോൺ കൊടുക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതായത് പ്രൈവറ്റ് അസിസ്റ്റൻസ് ടു വോളണ്ടറി ഓർഗനൈസേഷൻ ഫോർ ട്രെയിനിങ് ആൻഡ് ഷെൽട്ടേഡ് വർക്ക്ഷോപ്പ്. അതായത് പ്രൊവൈഡ് അസിസ്റ്റൻസ് വോളണ്ടറി ഓർഗനൈസേഷൻ ഫോർ ട്രെയിനിങ് ആൻഡ് ഷെൽട്ടേഡ് വർക്ക്ഷോപ്പ്. അതായത് ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകം അസിസ്റ്റൻസ് കൊടുത്തിട്ട് അവർ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുക. എക്സാമ്പിൾ, ബാങ്ക്സ് പ്രൊവൈഡ് ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഗവൺമെൻറ് ഇപ്പോൾ അവരിന് കുറച്ച് പൈസ ആവശ്യമുണ്ട് എങ്കിൽ ഗവൺമെൻറ് അവർക്ക് അല്ലെങ്കിൽ ബാങ്ക് അവർക്ക്, അതായത് ഗവൺമെൻറ് റിലേറ്റഡ് ബാങ്ക്, മനസ്സിലായി, ആ ബാങ്കൊക്കെ അവർക്ക് ലോൺ കൊടുക്കും, പലിശ കുറച്ച്. എല്ലാവർക്കും കൊടുക്കുന്ന പലിശയുടെ അവരിൽ നിന്ന് ഈടാക്കത്തില്ല, അല്ലാതെ പലിശ കുറച്ച് ലോൺ കൊടുക്കും. പിന്നെ അലോട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് ടെലിഫോൺ ബൂത്ത് ആൻഡ് അതർ ടൈപ്സ് ഓഫ് ഷോപ്സ് ആൻഡ് ടീ സ്റ്റോൾസ്. അതായത് ചെറിയ ചെറിയ കടകൾ നടത്താനും ടീ ഷോപ്പ് നടത്താനും അതുപോലെ തന്നെ ടെലിഫോൺ ബൂത്ത് നടത്താനും ഒക്കെയുള്ള അനുമതികൾ ഈ പറയുന്ന സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് കാണിക്കണം. അത് കഴിഞ്ഞിട്ട് അവർക്ക് അതിന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ അവർക്ക് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാം. അവർ ഡിസേബിൾഡ് ആയതുകൊണ്ട് അവർക്ക് പ്രയോറിറ്റി ഉണ്ട്. പിന്നെ അവരിൽ നിന്ന് കൂടുതൽ പലിശ ഈടാക്കത്തില്ല. അതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇത് പിന്നെ വേറെ ഫെസിലിറ്റീസ് ഇനിയുള്ളത്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഫോർ ഡിസേബിൾഡ് പറഞ്ഞു. പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ വേറെ ചില ഫെസിലിറ്റീസും കൂടെ ഉണ്ട്. അതിനകത്ത് ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ഹൗസ് ഫോർ ഹാൻഡിക്യാപ്ഡ് ഗവൺമെൻറ് സർവൻസ്. അതായത് ഗവൺമെൻറ് സർവൻസ് ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അവർക്ക് ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തായിട്ട് അവർക്ക് റെസിഡൻഷ്യൽ ഹൗസസ് കൊടുക്കുക. അത് സബ്സിഡൈസ്ഡ് റേറ്റിൽ റെൻറ്റും അല്ലെങ്കിൽ ഫ്രീ ഓഫ് റെൻ്റ് ആയിട്ടും ഒക്കെ കൊടുക്കുന്ന ഏജൻസികളുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും. പിന്നെ കൺസെഷണൽ ടിക്കറ്റ് ഫോർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ഓർ ബൈ എയർ. അതായത് അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിലോ ബൈ എയർ പ്ലെയിനിൽ യാത്ര ചെയ്യണമെങ്കിലോ അവർക്ക് കൺസെഷണൽ റേറ്റിൽ ടിക്കറ്റ് കൊടുക്കുന്നു. പിന്നെ വേറൊന്ന്, വെഹിക്കിൾസ് ആർ എക്സംപ്റ്റഡ് ഫ്രം റോഡ് ടാക്സസ് ആൻഡ് പെട്രോൾ ഫോർ വെഹിക്കിൾസ് ഓൺ കൺസെഷണൽ റേറ്റ്. അതായത് നമ്മൾ വാഹനങ്ങളുള്ളവർക്കൊക്കെ ഒരു വലിയ എമൗണ്ട് റോഡ് ടാക്സ് കൊടുക്കേണ്ടവരാണ്. പക്ഷേ ഇവർക്ക് റോഡ് ടാക്സ് ഈടാക്കത്തില്ല. തന്നെയല്ല, അവർക്ക് പെട്രോൾ അടിക്കാൻ അവർ ചെല്ലുമ്പോൾ അവർക്ക് കൺസെഷണൽ റേറ്റിലാണ് പെട്രോൾ കൊടുക്കുന്നത്, വാഹനങ്ങൾ ഓടിച്ചു പോകാൻ വേണ്ടിയുള്ള. പിന്നെ അസിസ്റ്റൻസ് ടു പർച്ചേസ് ആൻഡ് ഫിറ്റിംഗ് ഓഫ് എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ്. അതായത് അവർക്ക് അവരുടെ ഡിസബിലിറ്റിയുടെ ഭാഗമായിട്ട് ചില ഓർത്തോപെഡിക് അപ്ലയൻസസ് ഒക്കെ അവർക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ആർട്ടിഫിഷ്യൽ ലിംബ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേക ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ല, അതിന് പറയുന്നത് എക്സ്റ്റേണലി ഫിറ്റിംഗ് അപ്ലയൻസസ് ഒക്കെ അവർക്കുണ്ട്. ഇപ്പോൾ തന്നെ അവർക്ക് ക്രച്ച് വാക്കിങ്ങിനാണെങ്കിൽ ക്രച്ചസ് വേണം, അല്ലെങ്കിൽ അവർക്ക് ആർട്ടിഫിഷ്യൽ ലിംബ് വേണം. അങ്ങനെയുള്ള ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിനൊക്കെ ചില പ്രത്യേക അപ്ലയൻസസ് ഒക്കെ കൊണ്ട് അവർക്ക് അവരുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. അത് മനസ്സിലായി? പിന്നെ ഇപ്പോൾ ചെവിയാക്കാത്തവർക്ക് ഹിയറിംഗ് എയ്ഡ് ഉണ്ട്. അങ്ങനെ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവർക്ക് സബ്സിഡൈസ്ഡ് റേറ്റിലോ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടോ ഇങ്ങനെയുള്ള അസിസ്റ്റൻസ് കൊടുക്കും ഫോർ പർച്ചേസിങ് ആൻഡ് ഫിറ്റിംഗ് ഓഫ് എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ്. മനസ്സിലായോ? പിന്നെയുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ഫെസിലിറ്റീസ് ആൻഡ് കൺസെഷൻസ് ഫോർ ഡിസേബിൾഡ് ആർ ഫോർ എഡ്യൂക്കേഷൻ, ട്രാവൽ, ജോബ്, റിസർവേഷൻ ഇൻ ഗവൺമെൻറ് സെക്ടർ ആൻഡ് ഫോർ വെൽഫെയർ സർവീസസ്. അപ്പം നേരത്തെ പറഞ്ഞതിനകത്തുള്ള ചിലത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈവൻ ദെൻ നമ്മൾ അറിയണം അവർക്ക് എന്തൊക്കെയാണ് അതർ ഫെസിലിറ്റീസ് അവൈലബിൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് ആദ്യമേ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പറഞ്ഞു, പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റി പറഞ്ഞു, പിന്നെ വേറെ ചില ഫെസിലിറ്റി എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ഒരു 4-5 ഫാക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞു.
പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിഹാബിലിറ്റേഷൻ ഓഫ് ഹാൻഡിക്യാപ്ഡ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന്. അതിനകത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ഉണ്ട്, ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ്. ഇത്രയും പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് പ്രത്യേകിച്ച് ഈ ഹാൻഡിക്യാപ്ഡിൻ്റെ വെൽഫെയറിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങളുടെ പുസ്തകത്തിനകത്ത്, അതായത് പ്രത്യേകിച്ച് റിംപിൾ ശർമ്മയുടെ പുസ്തകത്തിനകത്ത് കുറേ കൂടെ ഡീറ്റെയിൽഡായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നും കൂടെ നിങ്ങൾ നോക്കണം. ഇപ്പം ഞാൻ തന്ന എല്ലാം ഒന്നും സ്ലൈഡിനകത്ത് ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, സ്ലൈഡ് ചെറുതായിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പം ഞാൻ ചിലതിനകത്തുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് അതുകൂടാതെ നിങ്ങളുടെ പുസ്തകം കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് വേണം ഇതിനു വേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് പഠിപ്പിച്ചപ്പം സെറിബ്രൽ പാൾസി മാത്രമേ പഠിപ്പിച്ചുള്ളൂ. മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ്റെ ഒരു നേഴ്സിംഗ് കെയർ പ്ലാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അതിന് കൂടുതലൊരു പീഡിയാട്രിക് ഉള്ളതാണ്, വ്യൂ പോയിൻ്റ് ഉള്ളതാണ്. അങ്ങനെ ഒരെണ്ണം ഞാൻ അയച്ചു തന്നായിരുന്നു, അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വെൽഫെയർ ഏജൻസീസിനെ പറ്റിയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അതിനകത്ത് പ്രത്യേകം വെൽഫെയർ ഏജൻസീസിനെ പറ്റി ഇതിനകത്ത് നിങ്ങളുടെ റിംപിൾ ശർമ്മയുടെ ബുക്കിനകത്ത് കുറേ കൂടെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അതായത് ഓർഗനൈസേഷൻ പ്രൊവൈഡിങ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, പിന്നെ സ്കീം ഫോർ പ്രൊവൈഡിങ് എന്തൊക്കെയാണ്, അതായത് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആർ പ്രൊവൈഡഡ് സർട്ടൻ അലവൻസസ് ഓഫ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. സിവിയർലി ഹാൻഡിക്യാപ്ഡ്, ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ്, അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് അവൈലബിൾ. പിന്നെ നേരത്തെ പറഞ്ഞ ദീൻ ദയാൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബേസിസിലുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ദീൻ ദയാൽ ഡിസേബിൾഡ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ, അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അസിസ്റ്റൻസ് ഫോർ ഡിസേബിൾഡ് പേഴ്സൺ വിത്ത് പർച്ചേസ്, അങ്ങനെയുള്ള കാരണം ആ സ്കീമിൻ്റെ അണ്ടറിൽ എയ്ഡ്സ് അപ്ലയൻസസ് ഒക്കെയാണ് വാങ്ങിക്കുന്നതിന് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് മിനിസ്ട്രി സപ്പോർട്ട് സെവറൽ ഓട്ടോണോമസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം ഞാൻ പറഞ്ഞതിനകത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം തന്നെ അതായത് ഓട്ടോണോമസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, which provide rehabilitation services and undertake manpower development with the overall objective of providing rehabilitation services for the different types of disabilities. മനസ്സിലായോ? അപ്പം അടുത്തത് ഇനിയും പറയാനുള്ളത് റിഹാബിലിറ്റേഷൻ സർവീസസ്. ഈ റിഹാബിലിറ്റേഷൻ സർവീസസ് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെയാണ് ഉള്ളത്? അതായത് ന്യൂഡൽഹിയിൽ എയിംസ് എന്ന് പറയും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിലാണ് അതുള്ളത്. പിന്നെ അടുത്തത് സവായ് മാൻസിംഗ് ഹോസ്പിറ്റൽ ജയ്പൂർ, അതും റിഹാബിലിറ്റേഷന് വേണ്ടിയുള്ളതാണ്. പിന്നെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ദെൻ റീജിയണൽ ആർട്ടിഫിഷ്യൽ ലിം സെൻറ്റർ ലക്നൗ, ദെൻ സെൻറ്റ് മാർത്താസ് ഹോസ്പിറ്റൽ ബാംഗ്ലൂർ, ദെൻ നായർ ഹോസ്പിറ്റൽ ബോംബെ, പിന്നെ PG ഹോസ്പിറ്റൽ കൊൽക്കട്ട, ദെൻ ആർട്ടിഫിഷ്യൽ ലിംബ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അറ്റ് കാൺപൂർ. ഇത്രയും റിഹാബിലിറ്റേഷൻ സർവീസ് സെൻറ്റേഴ്സാണ്. മനസ്സിലായോ? അപ്പോൾ ഇനി ഇത് കൂടാതെ ഡിസ്ട്രിക്ട് റിഹാബിലിറ്റേഷൻ സെൻറ്റർ DRC എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. ഇതും ഡിസേബിൾഡിൻ്റെ ഇൻ റൂറൽ ഏരിയാസിലുള്ള ഡിസേബിൾഡിന് വേണ്ടിയുള്ള. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റിഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് എല്ലാം ടൗൺ, സിറ്റി, കോർപ്പറേഷൻ, അങ്ങനെ അർബൻ ഏരിയാസിലുള്ള നമ്മൾ നേരത്തെ വായിച്ചതെല്ലാം തന്നെ. അപ്പോൾ റൂറൽ ഏരിയാസിലുള്ള ഡിസേബിൾഡ് പേഴ്സണിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഡിസ്ട്രിക്ട് റിഹാബിലിറ്റേഷൻ സെൻറ്റർ, ആൻഡ് ദിസ് ഈസ് മെയിൻലി ഫോർ ദ ഡിസേബിൾഡ് ഇൻ റൂറൽ ഏരിയാസ്. വില്ലേജ് റിഹാബിലിറ്റേഷൻ വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ടു ഐഡൻറ്റിഫൈ ദ നീഡ്സ് ഓഫ് ഡിസേബിൾഡ് പേഴ്സൺ. അവിടെ വില്ലേജ് എംപ്ലോയീസിനെയാണ് നിർത്തിയേക്കുന്നത്. നമ്മളുടെ ഹെൽത്ത് വർക്കർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, കമ്മ്യൂണിറ്റി ഹെൽത്ത് പഠിക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ വില്ലേജ് റിഹാബിലിറ്റേഷൻ വർക്കേഴ്സ് ഉണ്ട്. അവരുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിസേബിൾഡ് പേഴ്സൺസിനെ കണ്ടെത്തി അവരുടെ നീഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അവരുടെ റീജിയണൽ തലങ്ങളിൽ തന്നെ റിഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ അവരെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് റിഹാബിലിറ്റേഷൻ കിട്ടുന്ന സെൻറ്ററിലേക്ക് റെഫർ ചെയ്യേണ്ടി വരും.
മനസ്സിലായി. അപ്പോൾ അവർ അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുക, അവരുടെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് കെയർ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അഡ്വൈസ് കൗൺസിലിംഗ് കൊടുക്കുക, അവരെ റെഫർ ചെയ്യുക എന്നൊക്കെയുള്ളത് ഈ വില്ലേജ് റിഹാബിലിറ്റേഷൻ വർക്കേഴ്സിൻ്റെ ചുമതലയാണ്. ഓക്കെ. പിന്നെ ദ എയിം ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അതും ഡിസ്ട്രിക്ട് റിഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ വില്ലേജിലൊക്കെ ആണെങ്കിലും കഴിവുകൾ അവശേഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു കഴിവുകളെ കൂടുതൽ പരിപോഷിപ്പിച്ച് അവരെ ഒരു പ്രൊഡക്റ്റീവ് പേഴ്സൺ ആക്കാൻ വേണ്ടി ഈ പറയുന്ന ഓരോ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാൻ കഴിവുള്ള ആൾക്കാരെ നിയമിച്ച് അവരെ ഈ പറയുന്ന ഡിസേബിൾഡിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. ഓക്കെ. ദെൻ ദ റീജിയണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് വർക്ക്സ് ഓൺ ദ റെഫറൽ സെൻറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് അവർക്ക് ഈ പറയുന്ന ഒരു സെൻറ്റർ, ഒരു ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ട് ഓരോരുത്തരത്തും ഡിസ്ട്രിക്ട് റിഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടെങ്കിൽ പോലും ആ ഡിസ്ട്രിക്ട് ലാൻഡിൻ്റെ ഒരു പ്രത്യേക സെൻറ്ററിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ആൾക്കാർ റൂറൽ ഏരിയാസിലേക്ക് പോകുന്നത്. മനസ്സിലായോ? എന്നിട്ട് അവർക്ക് ഡിസ്ട്രിക്റ്റ് വൈസ് അവർക്കൊരു സെൻറ്റർ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് നേഷൻ വൈസ് അവർക്ക് സെൻറ്റർ ഉണ്ട്. അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഈ പറയുന്ന വില്ലേജ് റിഹാബിലിറ്റേഷൻ വർക്കേഴ്സ് റെഫറൽ മെത്തേഡ് ഉപയോഗിച്ച് ആൾക്കാർക്ക് വേണ്ടി പല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് ഡിസ്ട്രിക്ട് റിഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെയുള്ളതിനെ കൂടുതൽ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിനെ പറ്റിയാണ് ഇനിയും പറയാനുള്ളത്. ഈ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ ഗൈഡൻസിന് വേണ്ടി, പ്രത്യേകിച്ച് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വൈകല്യങ്ങളുള്ള, മാനസികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ളതോ അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ളതോ, ഇങ്ങനെയുള്ള ഒരുപാട് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രനെ പറ്റി നമ്മൾ പഠിച്ചല്ലോ. അത് ശാരീരികമാകാം, മാനസികമാകാം, അല്ലെങ്കിൽ സോഷ്യലി ഹാൻഡിക്യാപ്പും ആകാം. അപ്പോൾ അവർക്ക് വേണ്ടി വേണ്ട തരത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുക, അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയും റീഹാബിലിറ്റേഷന് വേണ്ടിയും ഒക്കെ ഹെൽപ്പ് ചെയ്യുക ഒരു കാര്യമാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്. സോ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് എന്ന് പറഞ്ഞാൽ ദ ഫാക്ടേഴ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് ഫോർ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് ഫോർ ദ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദി പേഴ്സൺ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ട് ഉദ്ദേശം. അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫങ്ഷനിങ്, ഹോം എൻവയൺമെൻറ്റ്, സ്കൂൾ എൻവയൺമെൻറ്റ് വെയർ ഹീസ് എക്സ്പോസ്ഡ്. ഈ 3 കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി വേണ്ടത്. ഒന്നാമത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫങ്ഷനിങ്, അത് കൂടുതലും കുട്ടികളുടെ ഫിസിക്കൽ ഫങ്ഷനിങ് അപ് ടു ഡേറ്റ് ആകണം, സൈക്കോളജിക്കൽ ഫങ്ഷൻ അപ് ടു ഡേറ്റ് ആണ്. അതിനു വേണ്ടിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതായത് കുട്ടികൾ അച്ഛനും അമ്മയ്ക്കും നല്ല റോളുണ്ട്, ഫാമിലിക്ക് നല്ല റോളുണ്ട്, ഫാമിലിയുടെ എൻവയൺമെൻറ്റിനും റോളുണ്ട്. പിന്നെ അതുകൂടാതെ കുട്ടികൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് അവിടുത്തെ സ്കൂൾ സാഹചര്യങ്ങൾ, അതായത് ക്ലാസ്മേറ്റ്സ്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ഇവർക്കൊക്കെ നല്ല റോളുണ്ട്. അതാണ് സോഷ്യൽ എൻവയൺമെൻറ്റ്. പിന്നെ സോഷ്യൽ എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ സൊസൈറ്റിയിലാണോ കുട്ടി വളരുന്നത് അവരുടെ ഇമ്പാക്റ്റ് കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലും, അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക് ദിസ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ഇൻറ്ററാക്ഷൻ വിത്ത് ആൻഡ് കൗൺസിലിംഗ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ഹിസ് ഫാമിലി ബൈ ഹെൽത്ത് കെയർ ടീം. അതായത് ഇവർക്ക് വേണ്ട ഇവരുടെ വൈകല്യങ്ങളോ അവരുടെ പ്രശ്നങ്ങളോ അറിഞ്ഞിട്ട് ഒരു ടീം അപ്രോച്ചോട് കൂടി ഇവരെ കൂടുതൽ അവെയറാക്കുക. കുട്ടികളെ മാത്രമല്ല, അല്ലെങ്കിൽ പേരൻസിനെയും അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളുടെ അവയർനെസ് കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, എന്നിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുത്തിട്ട് അവരുടെ പുനരുദ്ധാരണത്തിന്, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന്, അല്ലെങ്കിൽ അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണെന്നുള്ള അവയർനെസ് അവർക്ക് കൊടുക്കുക. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീം തന്നെയുണ്ട്. അതിനകത്ത് പീഡിയാട്രീഷ്യനുണ്ട്, ചൈൽഡ് ഹെൽത്ത് നേഴ്സുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ചും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, പിന്നെ ബിഹേവിയർ തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിൻഡ് ഇൻ ഡീലിംഗ് വിത്ത് ദ ഹാൻഡിക്യാപ്ഡ്. ആൻഡ് ഇത്രയാണ് ദ ബേസിക് കോൺസെപ്റ്റ് ചൈൽഡ് ഗൈഡൻസ് എഡ്യൂക്കേഷൻ, ഓക്കെ, ഓർ ക്ലിനിക്. അപ്പോൾ ഇത്രയാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനകത്ത് ഈ ഒരു വർക്ക് ചെയ്യുന്നതിനുള്ള ടീം ആരൊക്കെയാണെന്ന് വെച്ചാൽ പീഡിയാട്രീഷ്യൻ ഉണ്ടാവാം. അതായത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, അവിടെയൊക്കെ ഈ പീഡിയാട്രിക് OPDയിൽ തന്നെ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് എന്ന് പറഞ്ഞ് അന്നത്തെ ഒരു പ്രത്യേക ദിവസം ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിന് വേണ്ടിയുള്ള അന്നൊരു പീഡിയാട്രീഷ്യൻ അവിടെ വരും. പ്രത്യേകിച്ച് പീഡിയാട്രീഷ്യൻ ഹു ഈസ് ഹാവിങ് മെയിൻലി സ്പെഷ്യൽ എബിലിറ്റി ഫോർ ഗിവിങ് കൗൺസിലിംഗ് ഫോർ ദ ചിൽഡ്രൻ.
അപ്പോൾ പീഡിയാട്രീഷ്യൻ അന്ന് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൽ നിന്നും പറഞ്ഞ് റൺ ചെയ്യുമ്പോൾ തന്നെ ഈ ടീം മെമ്പേഴ്സ് എല്ലാം തന്നെ അവിടെ വന്ന് അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒരിക്കൽ വന്നവരാണ് അവരുടെ ഫോളോ അപ്പ് നടത്തുക, അല്ലെങ്കിൽ അവരെ റീഅസസ് ചെയ്യുക, അവരുടെ റെക്ടിഫിക്കേഷൻ നടത്തുക. ഇതെല്ലാം ഈ ടീമിൻ്റെ ഉദ്ദേശമാണ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, SIT എന്ന് പറയും, ശ്രീ ഔട്ടൻ തിരുനാൾ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ഔട്ടൻ തിരുനാൾ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് OPD-യിൽ ഒരു പ്രത്യേക ദിവസങ്ങളിൽ, അതായത് സാറ്റർഡേ ഓർ ഫ്രൈഡേ ബിഫോർ, അക്കോർഡിംഗ് ടു ദെയർ ഓൺ കൺവീനിയൻസ്, ഒരു പീഡിയാട്രീഷ്യൻ വരുന്നുണ്ട് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ, അതായത് ഊളംപാറ പോകുമ്പോഴും അവിടെ ചൈൽഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ചൈൽഡ് സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഒരു ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൻ്റെ ഒരു ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അന്നും കുട്ടികളെ പേരൻസിന് കൊണ്ടുവരിക, കുട്ടികൾക്ക് അഡ്വൈസ് കൊടുക്കുക, പേരൻസിന് അഡ്വൈസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ അവിടെ നമ്മുടെ സീനിയേഴ്സ്, അതായത് അവിടെ പോകുന്ന കുട്ടികൾക്ക് അതിനെപ്പറ്റി അവയർനെസ് കിട്ടും, എന്തൊക്കെ ഗൈഡൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പല മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ ഈവൻ അതർ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഓൾസോ ഈസ് ഹാവിങ് ദ ഫെസിലിറ്റി ഫോർ കണ്ടക്ടിങ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്. ഓക്കെ, പിന്നെ and this is facilitated by the interaction with the counseling of the child and the family by health care team. അതായത് ആ കുട്ടികളുമായിട്ടും ചിൽഡ്രനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ കൂടുതൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ ടീം അപ്രോച്ചോട് കൂടി അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗം. ഓക്കെ, പിന്നെ ഇനി ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് ആർ സ്പെഷ്യലൈസ്ഡ് ക്ലിനിക് ദാറ്റ് ഡീൽ വിത്ത് ചിൽഡ്രൻ ഓഫ് ദി നോർമൽ ആൻഡ് അബ്നോർമൽ ഇൻ്റലിജൻസ് എക്സിബിറ്റിംഗ് എ റേഞ്ച് ഓഫ് ബിഹേവിയേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വിച്ച് ആർ സംഡ് അപ്പ് ആസ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് മാൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും സൈക്കോളജിക്കൽ പ്രോബ്ലവും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് ബിഹേവിയർ പ്രോബ്ലം കാണിക്കുന്നു. അത് അവരുടെ സൊസൈറ്റിയിലെ അഡ്ജസ്റ്റ്മെൻറ്റിനെ ഡിഫിക്കൽട്ടാക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനെ ടോട്ടലായിട്ട് പറയുന്നതാണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള മാൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള കുട്ടികളെ ഈ ക്ലിനിക്കിൽ കൊണ്ടുവരുമ്പം അവിടെ ആ ക്ലിനിക്കിൽ ഇത് സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കാണ്. അവിടെ ഉള്ള ഹെൽത്ത് കെയർ ടീം കുട്ടികളുമായി ദേ ആർ ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ ഓഫ് children as well as the parents, children of normal and abnormal intelligence and exhibiting a range of behavior and psychological problem. അപ്പോൾ അവർക്ക് വേണ്ട അവരുടെ പ്രോബ്ലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗൈഡൻസ് ക്ലിനിക്കിനെയാണ് നമ്മൾ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡിങ് ഹെൽപ്പ് ഫോർ ചിൽഡ്രൻ വിത്ത് ബിഹേവിയർ പ്രോബ്ലംസ് ലൈക്ക് ബെഡ് വെറ്റിംഗ്, സ്ലീപ്പ് ഡിഫക്റ്റ്, പൈക്ക എക്സെട്ര. പിന്നെ പ്രൊവൈഡിങ് കെയർ ഫോർ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിഫിക്കൽറ്റീസും ഉള്ള കുട്ടികളെ കെയർ കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊവൈഡിങ് കൗൺസിലിംഗ്, ഗൈഡൻസ് ആൻഡ് ഇൻഫർമേഷൻ ടു പേരൻസ് റിഗാർഡിംഗ് കെയർ ആൻഡ് അപ്ബ്രിങ്ങിങ് ഓഫ് ചിൽഡ്രൻ. അതായത് കുട്ടികൾക്ക് ശരിയായിട്ട് അവരെ വളർത്തിക്കൊണ്ട് വരാനുള്ള ചില പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുകൊണ്ട് അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ഫോർമേഷന്, അല്ലെങ്കിൽ അവരുടെ അബ്നോർമൽ ബിഹേവിയർ കണ്ടാൽ ആരെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട, കുട്ടികളെ എങ്ങനെ ഗൈഡ് ചെയ്യണം, ഇങ്ങനെയുള്ള ചില അഡ്വൈസസ് ഒക്കെ പേരൻസിന് കൊടുക്കുക. മനസ്സിലായോ? അത് പ്രൊവൈഡിങ് കൗൺസിലിംഗ്, ഗൈഡൻസ് ആൻഡ് ഇൻഫർമേഷൻ പേരൻസ് റിഗാർഡിംഗ് കെയർ ആൻഡ് അപ്ബ്രിങ്ങിങ് ഓഫ് ചിൽഡ്രൻ. അവരെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, പണിഷ് ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ, അവരെങ്ങനെ നേർവഴിക്ക് നയിക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ 3 കാര്യം പറഞ്ഞു. പ്രൊവൈഡിങ് ഹെൽപ്പ് ഫോർ ചിൽഡ്രൻ വിത്ത് ബിഹേവിയർ പ്രോബ്ലം ലൈക്ക് ബെഡ് വെറ്റിംഗ്, സ്ലീപ്പ് ഡിഫക്റ്റ് ആൻഡ് പൈക്ക. അത് നമ്മൾ നേരത്തെ സൈക്കാട്രിക് നഴ്സിംഗിൽ പഠിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ ബെഡ് വെറ്റിംഗ് എന്ന് വെച്ചാൽ തീരെ ചെറിയ പ്രായത്തിലല്ല, കുറേ കൂടെ അവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ്ങിനൊക്കെ പ്രായമായി കഴിയുമ്പോൾ അവർ അതിന് ശേഷം ട്രെയിൻഡ് ആവണം. അത് കഴിഞ്ഞും ബെഡ് വെറ്റിംഗ് നടത്തുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പ് ഡിഫക്റ്റ് കാണിക്കുന്നവരുണ്ട്. പിന്നെ തം സക്കിങ്, ഇങ്ങനെയുള്ള ഒരുപാട് പൈക്ക, അതായത് ഭക്ഷണയോഗ്യമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ടെൻഡൻസി, ഭക്ഷണയോഗ്യമല്ലാത്ത സാധനങ്ങൾ കഴിക്കാനുള്ള ടെൻഡൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലുണ്ടാകും. അതൊക്കെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉള്ള കുട്ടികളിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? പിന്നെ പ്രൊവൈഡിങ് കെയർ ഫോർ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിഫിക്കൽറ്റി, പഠിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവില്ലായ്മ, അതായത് ചിലപ്പം റീഡിങ് പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റിംഗ് പ്രോബ്ലം ആയിരിക്കാം, അങ്ങനെയുള്ള പല ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് കണ്ടെത്തി അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസ് ഈ പറയുന്ന ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിലുണ്ടാവും. അവരുടെ അഡ്വൈസ്
കെയർ ട്രെയിനിങ് ഒക്കെ കിട്ടുക. പിന്നെ പ്രൊവൈഡിങ് കൗൺസിലിംഗ് ടു ദി പേരൻസ്. അപ്പോൾ ഇത്രയാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ്. പിന്നെ സർവീസസ് പ്രൊവൈഡ് ബൈ ദി ചൈൽഡ് ക്ലിനിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർ മാനേജ് ചെയ്യുന്ന കാറ്റഗറി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിഹേവിയർ പ്രോബ്ലം ഉള്ള കുട്ടികൾ. അതിനകത്ത് ഈ ബിഹേവിയർ പ്രോബ്ലത്തിനകത്തൊക്കെയാണ് കോണ്ടാക്ട് ഡിസോർഡർ, അങ്ങനെ അതായത് പെരുമാറ്റ ദൂഷ്യം, അതുപോലെ തന്നെ അഗ്രസീവ് മെൻറ്റാലിറ്റി, ഡിസ്ട്രോയിങ് ടെൻഡൻസി, അങ്ങനെയുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം, അങ്ങനെയുള്ള ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സൊക്കെ ഒക്കെ കുട്ടികൾ കാണിക്കും. അതായത് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എക്സ്റ്റെൻറ്റിലല്ല, വലിയ എക്സ്റ്റെൻറ്റിൽ മറ്റുള്ള സൊസൈറ്റിക്ക് പ്രോബ്ലം ഉണ്ടാകുന്ന രീതിയിലുള്ള ചില പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ കാണിക്കുന്ന കുട്ടികളുണ്ട്. മനസ്സിലായി? ക്രിമിനാലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോപ്പത്തിക് പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ. അപ്പോൾ ബിഹേവിയർ പ്രോബ്ലം എന്ത് കാണിച്ചാലും അന്ന്. പിന്നെ ലേണിംഗ് ഡിഫിക്കൽറ്റീസ്, പിന്നെ ഇമോഷണൽ പ്രോബ്ലംസ്, അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ്, ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ്, ഇൻ്റലക്ച്വൽ പ്രോബ്ലം, സോഷ്യോളജിക്കൽ ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് കൂടുതൽ അവിടെ മാനേജ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഈ പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വെൽഫെയർ ഏജൻസീസ് റിലേറ്റഡ് വിത്ത് സർവീസസ് ഫോർ ദി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതെല്ലാം തന്നെ നമ്മൾ അറിയേണ്ട കാര്യമാണ്. ആദ്യമേ ഏതൊക്കെ സ്കീംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് പഠിച്ചു. അതായത് അതിനകത്ത് പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് ഒരുപാട് സ്കീം പഠിച്ചു അല്ലേ. ദീൻ ദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം, പിന്നെ അസിസ്റ്റൻസ് ഡിസേബിൾഡ് പേഴ്സൺ ഫോർ പർച്ചേസ് ഓഫ് ഫിറ്റിംഗ് എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ്, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ നാഷണൽ ഹാൻഡിക്യാപ്ഡ് ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, പിന്നെ സ്കീം ഫോർ ഇൻസെൻറ്റീവ്സ് ടു എംപ്ലോയർ ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. പിന്നെ ഒരുപാട് ഓർഗനൈസേഷനെ പറ്റി പഠിച്ചു. ആ ഓർഗനൈസേഷനകത്താണ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, വോളണ്ടറി ഓർഗനൈസേഷനൊക്കെ വരുന്നത്. മനസ്സിലായോ? പിന്നെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് കുട്ടികൾക്ക്, ഈ ഹാൻഡിക്യാപ്ഡ് കുട്ടികൾക്ക് അവൈലബിൾ എന്ന് പഠിച്ചു. പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റി അതെന്താണെന്ന് പഠിച്ചു. അതായത് അംഗവൈകല്യം ഉള്ളവർക്ക് വേണ്ടിയുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസിനെ പറ്റി പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് വേറെ ചില ഫെസിലിറ്റീസ്, അതായത് ഫ്രീ ആയിട്ടുള്ള റെസിഡൻഷ്യൽ സംവിധാനം കൊടുക്കുക, പിന്നെ കൺസെഷൻ ഫോർ ടിക്കറ്റ്, പിന്നെ വെഹിക്കിൾസിന് അവരുപയോഗിക്കുന്ന വെഹിക്കിൾസിന് എന്തൊക്കെ പ്രത്യേകതകൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക്, പർച്ചേസ് ഓഫ് ആൻഡ് ഫിറ്റിംഗ് ഓഫ് എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ്, പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഫെസിലിറ്റീസ് ഫോർ കൺസെഷൻ ഓഫ് ഡിസേബിൾഡ് പേഴ്സൺ. പിന്നെ എത്ര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പഠിച്ചു. അതായത് വിഷ്വൽ ഹാൻഡിക്യാപ്പിന്, ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്പിന്, മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആൻഡ് ഹിയറിംഗ് എയ്ഡ്സ്, ഇത്രയും നമ്മൾ പഠിച്ചു. പിന്നെ റിഹാബിലിറ്റേഷൻ സർവീസ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, സവായി മാൻസിംഗ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം, റീജിയണൽ ആർട്ടിഫിഷ്യൽ ലിം സെൻറ്റർ, സെൻറ്റ് മാർത്താസ് ഹോസ്പിറ്റൽ, നിംഹാൻസ് ബാംഗ്ലൂർ, നായർ ഹോസ്പിറ്റൽ ബോംബെ, PG ഹോസ്പിറ്റൽ കൽക്കട്ട, ദെൻ ആർട്ടിഫിഷ്യൽ ലിംബ് മാനുഫാക്ചറിങ് കോർപ്പറേഷൻ കാൺപൂർ അല്ലേ. ഇത്രയും പഠിച്ചു. അതാണ് റിഹാബിലിറ്റേഷൻ സർവീസസ് സെൻറ്റേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചത് ഡിസ്ട്രിക്ട് റിഹാബിലിറ്റേഷൻ സെൻറ്റർ അല്ലെങ്കിൽ DRC, അതായത് റൂറൽ ഏരിയാസിലുള്ള ഡിസേബിൾഡിന് വേണ്ടി എങ്ങനെയാണ് അവർക്ക് കെയർ കൊടുക്കുന്നതെന്ന് അതിനകത്ത് പഠിച്ചത്. പിന്നെ പഠിക്കുന്നതാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക്. അതിനകത്ത് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കകത്ത് നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന്, ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൻ്റെ കോൺസെപ്റ്റ് പഠിച്ചു. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ, ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, ദെൻ വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്, ഇത്രയും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും, അതായത് എന്തെല്ലാം കാര്യങ്ങൾ സർവീസ് നാഷണൽ ബേസിസിലായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബേസിസിലായാലും വോളണ്ടറി ഓർഗനൈസേഷൻ്റെ ബേസിസിലായാലും എന്തെല്ലാം അവർക്ക് സർവീസസ് അവൈലബിൾ, വെൽഫെയർ സർവീസ് അവൈലബിൾ ആണെന്നാണ് ഇതിനകത്ത് പഠിക്കുന്നത്. മനസ്സിലായോ? ഇത് ഷോർട്ട് നോട്ടായിട്ട് ഡിഫറെൻ്റ് ആസ്പെക്റ്റ് എടുത്ത് ഷോർട്ട് നോട്ടായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഇത് നന്നായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട് യു ജസ്റ്റ് ആസ്ക് ഫോർ ടു മീ, and also you have to write the notes regarding on the basis of this slide provided and also on the discussion done and also referring your book. മനസ്സിലായോ? ഏതെങ്കിലും ബുക്കൊക്കെ നിങ്ങളുടെ കാണും. റിംപിൾ ശർമ്മ തന്നെയല്ല, വേറെ ഏതെങ്കിലുമൊക്കെ ബുക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ നോട്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നിങ്ങളുടെ ഓൺ ബുക്കിൽ എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ.